പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു കാര്യം അല്ലേ. അതായത് പിതാവായ ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് യേശുവിന്റെ ക്രൂശുമരണത്തിൽ കൂടെ. നമുക്ക് സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 13 അവസാന വാക്യം പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പൊ അവിടെ നമുക്ക് സ്നേഹത്തെയാണ് ഏറ്റവും ഉയർന്നതായിട്ട് പറയുന്നത്. ദൈവം സ്നേഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹമാകുന്ന ദൈവം, സ്നേഹം അതായത് ദൈവത്തിന്റെ പരിപൂർണത എന്ന് പറയുന്ന സ്നേഹത്തിൽ, ലവ് ഈസ് ദ പെർഫെക്റ്റ് പാർട്ട് ഓഫ് ഗോഡ്, ദ ഫുൾഫിൽമെന്റ്. അത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണത നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നേഹത്തിൽ. അപ്പൊ ആ സ്നേഹമാകുന്ന ദൈവത്തിന്റെ വെളിപ്പാട് പൂർണ്ണമായി വെളിപ്പെട്ടത് യേശു ക്രിസ്തുവിൽ കൂടെ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 2 വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിലല്ലോ ദേഹരൂപമായി വസിച്ചത്. ദ ഹോൾ ഫുൾനെസ് എന്ന് പറയുന്നത് സർവസമ്പൂർണത. സമ്പൂർണത എന്ന് പറയുമ്പോൾ തന്നെ സർവവുമുണ്ട്, പക്ഷെ സർവസമ്പൂർണത എന്ന് എടുത്തു പറയുക. കാരണം അത്രത്തോളം പരിപൂർണമായി ദൈവസ്നേഹത്തിന്റെ വെളിപ്പാടായിരുന്നു ക്രിസ്തു. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോ ആദാം വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് വരുവാനുള്ളവന്റെ പ്രതിരൂപമായിട്ട് ആദമിനെ പറയുമ്പോൾ യേശുവാണ് വരുവാനുള്ളവൻ. അപ്പൊ വരുവാനുള്ളവനാണ് ആരാണ്? വരുവാനുള്ളവനെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പം വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദം. അപ്പം ആദമിൽ കൂടെ വെളിപ്പെടുത്തിയത്, ആദമിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആദമിനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവം തന്റെ സ്വരൂപം സാദൃശ്യമാണ് ആദാമിന് കൊടുത്തത്. അങ്ങനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാമിനെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മൾ ഭിന്നത്വത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ലിവിങ് സോൾ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് ഒന്നുമില്ലാത്ത പ്രത്യേകതയായിരുന്നു ആദമിന്, മനുഷ്യന് സോൾ, മനസ്സ്, പ്രാണൻ. നമ്മുടെ ഭാഷയിൽ പറയുന്ന ഹൃദയം. മറ്റെല്ലാവർക്കും ഹൃദയമുണ്ട്, പക്ഷെ ആദമിന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ മനസ്സിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ മനസ്സിനെ, ദൈവം മനസ്സിന്റെ തീരുമാനത്തെ, മനുഷ്യന്റെ ഐഡന്റിറ്റിയെ നിർത്തിയിരുന്നത് മനസ്സിലും. അവന് ആദ്യമേ സൃഷ്ടിച്ച ആദാം ആത്മാവായിരുന്നുവെങ്കിൽ, ആത്മജീവി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും പിശാചിന് ആദമിനെ തെറ്റിക്കാൻ കഴിയില്ല. എന്നാൽ ആദാം ചിന്തിക്കുന്ന മനുഷ്യനാണ്, ചിന്തിക്കുന്ന ജീവിയായിരുന്നു. മനസ്സുകൊണ്ട് കാര്യങ്ങളെ ആരായുന്നവനായിരുന്നു ആദാം. അപ്പൊ അവിടെ ആദാം മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു, മനസ്സുകൊണ്ട് തെറ്റ് ചെയ്തു, മനസ്സുകൊണ്ട് ഒളിച്ചു. അപ്പൊ അവിടേക്ക് സോൾ എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥയ്ക്ക് വളരെയേറെ പ്രാധാന്യം. നമ്മൾ സോളിലാണ് വേദന അനുഭവിക്കുന്നത്, നമ്മുടെ മനസ്സിലാണ് വേദന. നമുക്കറിയാം, ഈ സർജറികളൊക്കെ നടത്തുമ്പോൾ അനസ്തേഷ്യ കൊടുത്ത് മയക്കാറുണ്ട്. ഇത് നമ്മുടെ ബോധ മനസ്സിനെ ഇനാക്റ്റീവ് ആക്കും. അതോടുകൂടെ ശരീരത്തിന് വേദന അറിയുന്നു. അപ്പൊ നമ്മുടെ വേദന അറിയുന്നത്, അതുപോലെ എല്ലാം ശരിതെറ്റുകളെല്ലാം തിരിച്ചറിയുന്നത് മനസ്സിന്. അപ്പൊ നമുക്ക് ദേഹി എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതുകൊണ്ട്
ആത്മീക ജീവിതം എന്ന് പറയുന്നത് ശാരീരികമായി നമ്മൾ വരുത്തുന്ന കുറെ മാറ്റങ്ങളോ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ വരുന്ന മാറ്റങ്ങളോ അല്ല. നമ്മുടെ മനസ്സിൽ ബോധ്യം വരുത്തുക, ഞാൻ ജഡപ്രകാരം ജീവിക്കേണ്ടവനല്ല, ഞാൻ ആത്മപ്രകാരം ജീവിക്കേണ്ടവനാണ്. ഞാൻ ജഡത്താൽ നയിക്കപ്പെടേണ്ടവനല്ല, ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടവനാണ് എന്ന് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ബോധ്യത്തെയാണ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി സ്പിരിച്വൽ ആകുക എന്ന് പറഞ്ഞാൽ, ആത്മീകനാകുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവിന്, തന്റെ ആത്മാവിന്, തന്നിൽ വസിക്കുന്ന ആത്മാവിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ രണ്ട് കാര്യം, സ്ലേവറി ആൻഡ് സബ്മിഷൻ. സ്ലേവറി എന്ന് പറയുന്നത് ഒരാൾ പിടിച്ച് അടിമയാക്കി വെച്ചിരിക്കുക, അതിനകത്തൊന്നും പിന്നെ രക്ഷപ്പെടാൻ മാർഗമുണ്ട്. പക്ഷെ സബ്മിഷൻ എന്ന് പറയുമ്പോൾ അങ്ങനല്ല. ഞാൻ മനഃപൂർവ്വമായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സബ്മിഷൻ. സ്ലേവറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് താല്പര്യമുണ്ട് ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന്, പക്ഷെ സാധിക്കാതെ വണ്ണം ഞാൻ അതിന് അടിമപ്പെട്ടിരിക്കുക, അതാണ് സ്ലേവറി. അപ്പോ എന്തോ ഒന്നിന് ഞാൻ കീഴ്പ്പെട്ടു പോയി, അത് സ്ലേവറി. നമ്മുടെ മനസ്സ് അടിമയാകുകയല്ല, ആത്മാവിന് സബ്മിറ്റ് ആകുക, അതാണ് ആത്മീയത. സ്ലേവ് എന്ന് പറയുന്നത് വേറൊന്ന്, സബ്മിഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ നമ്മൾ ആത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കുക, നമ്മൾ റോമാലേഖനത്തിന്റെ 7-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ കാണാൻ സാധിക്കും, നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് അടിമകളായി എന്ന് പറയുമ്പോൾ സ്ലേവറി അല്ല, സബ്മിഷൻ ആണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സബ്മിഷൻ, സ്ലേവറി അല്ല. നമ്മൾ ഒരു സ്ലേവ് ആകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് താല്പര്യമുണ്ട് അതിനകത്തൊന്ന് പുറത്തു വരണമെന്ന്, പക്ഷെ എങ്കിലും സാധിക്കാതെ വണ്ണം നമ്മുടെ മേൽ നിൽക്കുന്ന അധികാരം നമ്മുടെ പിടിച്ചടക്കിയിരിക്കുക, അവിടെ ഒരു വിധത്തിലും എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല, അതാണ് സ്ലേവറി. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് പറഞ്ഞു, അടിമകളായി സമർപ്പിക്കുക. അപ്പൊ അവിടെ അടിമത്വമല്ല, സമർപ്പണമാണ്, സബ്മിഷൻ, വിധേയപ്പെടുന്നത് നമ്മൾ. അപ്പൊ ഈ സ്ലേവറി എന്ന് പറയുന്നത് അത് പിശാച നമ്മളെ സ്ലേവ് ആക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ സബ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സുകൊണ്ട് പാപം ചെയ്തവനായി, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, കുറ്റബോധം ആദവനകത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കേന്ദ്രമാണ് മനസ്സ്. നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ നമ്മൾ ക്രമപ്പെടുത്തണം, മനസ്സിന്റെ ചിന്തകളെ ദൈവത്തിന്റെ ആത്മാവിനോട് വിധേയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ആ മനസ്സിന്റെ ബോധ്യം, അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആദാമിന്റെ അനുസരണക്കേട് കൊണ്ട് ആദാമിന്റെ മനസ്സിനകത്തൊരു തെറ്റായ ചിന്ത വന്നു. തെറ്റായ ചിന്ത എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ദൈവത്തെ ശരിയായ നിലയിൽ അവൻ കണ്ടില്ല. തന്റെ ഉള്ളിൽ ഭയം ഉണ്ടായി, ദൈവത്തിൽ ഓടി ഒളിച്ചു. പക്ഷെ നേരെ മറിച്ച് അവൻ ദൈവത്തെ തിരിച്ചറിയണവൻ, ദൈവനെ സ്നേഹിക്കുന്നവൻ. ഞാൻ ഇപ്പോഴും കർത്താവിന് എന്നെ സബ്മിറ്റ് ആക്കിയ, ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്ത എന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നിശ്ചയമായിട്ട് ഉണ്ടാകുമെന്നത് മനസ്സിലാക്കാതെ, ഇത് ഈ മനസ്സിലാക്കാതെ പോയ ആദം, അവനെ കുറിച്ച് പറയുന്നത് ജീവനുള്ള ദേഹിയായിട്ട്, എന്നാൽ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട്, ആത്മാവ്, ലൈഫ് ഗീവിങ് സ്പിരിറ്റ്. അപ്പൊ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, നമ്മുടെ മനസ്സ്. ഒരു മനുഷ്യൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് പരിഗണിക്കാനിട വരുന്ന അവന്റെ മനസ്സിന്റെ ബോധ്യം അനുസരിച്ച്, മനസ്സിന്റെ ചിന്താഗതി അനുസരിച്ച്. നല്ലപോലെ ചിന്തിക്കുന്നവൻ നല്ല മനുഷ്യൻ, തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് തെറ്റായ മനുഷ്യൻ. അപ്പൊ അവിടെ ആ മനസ്സിന്റെ ബോധ്യത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ദൈവവചനത്തെ നമ്മൾ വായിക്കുമ്പോ, ദാവീദ് വലിയൊരു പാപം ചെയ്ത് ദാവീദിന്റെ പാപത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദാവീദിന്റെ പാപവും ശൗലിന്റെ പാപവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ദാവീദ് ചെയ്തത് ശൗല് ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ്. അവിടെ ദൈവസന്നിധിയിൽ ദാവീദ് വന്ന് നിൽക്കുമ്പോൾ ചെയ്ത തെറ്റിന്റെ പ്രകാരമല്ല വന്ന് നിൽക്കുന്നത്, ഹൃദയപ്രകാരമാണ് വന്ന് നിൽക്കുന്നത്. ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത്, ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ളത്. അപ്പൊ ഹൃദയം, നമ്മുടെ ഹൃദയത്തെ വചനം കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ ഹൃദയത്തെ
ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തണം, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണം, ഹൃദയത്തെ ധൈര്യപ്പെടുത്തണം. അത് നമ്മുടെ ശരീരത്തിൽ, ഒരാളുടെ ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പുറത്തു വരാൻ പറ്റും. പക്ഷേ ആ വ്യക്തി ഹൃദയം കൊണ്ട് രോഗിയായി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് പുറത്തു വരാൻ. അപ്പൊ അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് ശരീരത്തിൽ രോഗം വരുന്നു, മനസ്സിൽ രോഗിയാവും. ഇപ്പൊ രോഗം ചികിത്സിക്കുന്ന രോഗിയെയും ചികിത്സിച്ച് മാറ്റാം. പക്ഷെ ആ രോഗി എന്ന് പറയുന്നത് രോഗം എന്ന് പറയുന്നതിനേക്കാളും കഠിനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പുറമെ ഉണ്ടാകുന്ന കാര്യം, പക്ഷെ മനസ്സിലുണ്ടാകുന്നതാണ് സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഭാരം. മനുഷ്യര് പറയുന്ന വാക്കുണ്ടല്ലോ, കടഭാരം. കടത്തെക്കാളും അപകടകാരിയാണ് കടഭാരം. അപ്പൊ ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു വിധേയത്വമാണ് ഈ അനുസരണം എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ കർത്താവ് ഒരിക്കലും, ദൈവാത്മാവ് ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച് അടിമയാക്കുന്നവനല്ല. സബ്മിറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവനാണ് പരിശുദ്ധം. നമ്മുടെ സബ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് പരിശുദ്ധം. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ് കർത്താവ്. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ കർത്താവിന് സബ്മിറ്റ് ആകുക, അടിമയാകുക എന്നുള്ളത്. നമ്മൾ മനഃപൂർവ്വം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് കർത്താവ് ആഗ്രഹം. ഇപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് വലിയ തെറ്റൊക്കെ ചെയ്തു. പക്ഷെ ദാവീദിനെ വലിയ തെറ്റ് ചെയ്തവനായ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിനെ കുറിച്ച് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദാവീദ് ഈ വലിയ തെറ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഇതൊന്നും ചെയ്യാത്ത ആളെ പോലെ ഇരിക്കുക. അപ്പൊ നാഥാൻ പ്രവാചകനാണ് അവന് പാപബോധം വരുത്തിയ ആത്മാവിനാൽ അവന്റെ ഹൃദയത്തിനകത്തൊരു പരിവർത്തനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്റെ കുറവുകളെ ഏറ്റു പറഞ്ഞ അവന്റെ പശ്ചാത്താപ പ്രാർത്ഥനയാണല്ലോ 51-ാം സങ്കീർത്തനം. ആ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, 6-ാം വാക്യം: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. എനിക്ക് പുറമേ അല്ലൊരു മാറ്റം വേണ്ടത്. എനിക്ക് പുറമേ അല്ലൊരു മാറ്റം, എന്റെ പുറമേ ഉള്ളൊരു മാറ്റമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആവശ്യമായിരിക്കും. അവിടെ ദാവീദിന് തന്റെ കുറവിനെ കുറിച്ച് ബോധ്യമുണ്ടായി. ആ ബോധ്യമുണ്ടായ ദാവീദിന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ വളരെ ശ്രദ്ധേയം. 10-ാം വാക്യത്തിൽ പറയാം, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണം. അപ്പൊ അവിടെ ആത്മാവ് സ്ഥിരമായി വസിക്കണമെങ്കിൽ ഹൃദയം നിർമ്മലമുള്ളതാകണം. അതാണ് അവിടെ പറയുന്നത്. നിർമ്മലമായ ഹൃദയത്തിൽ സ്ഥിരമായ ആത്മാവ് വസിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നെ തുടർന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്ന ഒരു കാര്യം, അതിന്റെ 16-ാം വാക്യം 17-ാം വാക്യം: ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്ത് നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുരുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുക. അപ്പൊ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിന് ഒരു കാര്യത്തിന്റെ ബോധ്യം വന്നു, എന്റെ മനസ്സ്, എന്റെ ഹൃദയം മലിനപ്പെട്ടിരിക്കുക. ഞാൻ പാപം ചെയ്തു എന്ന എന്റെ അകത്തു വന്നിരിക്കുന്ന ചിന്ത നാഥാൻ പ്രവാചകനിലൂടെ ആ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം മലിനമായി, ഹൃദയം തകർന്നു, ഹൃദയം ഭാരപ്പെട്ടു. അവിടെ ദാവീദ് ദൈവസന്നിധി വന്ന് നിൽക്കുന്നത് തന്റെ പ്രവൃത്തിയുടെ ബലത്തിലല്ല. ദാവീദ് ദൈവസന്നിധി വന്ന് നിൽക്കുന്നത് അവൻ പറയുന്ന ഒരു കാര്യമാണ്, തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയത്തോടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങ് അതിനെ കണക്കിടണം, അങ്ങ് അതിനെ കൺസിഡർ ചെയ്യണം. അതായിരുന്നു ദാവീദിന്റെ പ്രാർത്ഥന. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് വളരെയേറെ ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് പതറിപ്പോയ ജീവിതം തന്നെ വീണുപോകും, അല്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സിനെ നിങ്ങൾ ദൈവവചനം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവവചനത്താൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കണം, ഹൃദയത്തെ നിറയ്ക്കണം. അത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിത്തുകളുടെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ നല്ല ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട്, വചനത്തെ കുറിച്ച് പറയുന്നത് നല്ല ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട്, വചനത്തെ
നല്ല ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടെന്നാ പറയും. അപ്പോ വചനത്തെ കുറിച്ച് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അപ്പൊ ഈ വചനത്തിന്റെ ഉദ്ദേശം എന്താണ്? വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് ഹൃദയത്തിന്റെ രൂപാന്തരമാണ്, ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരമാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തില് നമുക്കത് വായിക്കാം. അതിന്റെ 15-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാണ്. അപ്പൊ അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, വചനത്തെ എവിടെ സ്വീകരിക്കണം? ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയം നല്ലതാകുന്നത് എത്രത്തോളം ദൈവവചനമുണ്ടോ അത്രത്തോളം നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ രൂപാന്തരം, ഹൃദയത്തിന്റെ മാറ്റം വളരെ വളരെ, ഹൃദയം എന്ന് പറയുമ്പോൾ ഒരു അവയവം എന്ന നിലയിലല്ല കാണേണ്ടത്. നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്തകൾ, അതിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതായത് നിങ്ങൾ രോഗികളാണ് എന്നത് ശരീരത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്, പക്ഷേ അതിനെ ജയിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറയുകയാണില്ല, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ എന്റെ പാപം മുഴുവൻ പരിഹരിക്കപ്പെട്ടു. ഞാൻ ആദാമ്യ വംശപാരമ്പര്യത്തിലായിരുന്ന ഞാൻ ഇപ്പോൾ ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലാണ്. അതുകൊണ്ട് രോഗം എന്നെ വാഴത്തില്ലെന്നുള്ള ആഴമേറിയ ബോധ്യം മനസ്സിൽ വന്നാൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന പോലെ നിങ്ങളായിത്തീരും. നമുക്ക് ഈ മനസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറയുന്നതിനെ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തോട് ചേർന്ന് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ ഇച്ഛിക്കേണ്ടതിന് നോക്കിയാൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം എന്താ? പ്രവൃത്തിയിലല്ല പാപം ഇരിക്കുന്നത്, നോട്ടത്തിലും അല്ല കുഴപ്പം, ഹൃദയത്തിന്റെ ചിന്തയാണ്. ഹൃദയത്തിന്റെ ചിന്തയിൽ ദോഷമുള്ള ചിന്തയോടുകൂടി നോക്കുമ്പോൾ അവിടെ പാപം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ ഏറ്റവും അധികം പ്രാധാന്യത്തോട് നാം കാണേണ്ടത് ഏതാണ്? ഏറ്റവും പ്രാധാന്യത്തോട് നാം കാണേണ്ടത്, ആമേൻ, ഹല്ലേലൂയ, ഹൃദയത്തിന്റെ വിശുദ്ധി. അതുകൊണ്ടാണ് നമ്മുടെ ജാതികൾ കർത്താവിലേക്ക് വന്നതിനെ കുറിച്ച് പത്രോസ് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം 9-ാം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തത് കൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിലൊരു വ്യത്യാസമില്ല. അതായത് നമ്മുടെ ഹൃദയത്തെ ദൈവം ശുദ്ധീകരിച്ചു, അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. ഇപ്പോ അവരുടെ ഹൃദയം ശുദ്ധിയുള്ളതായി, നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി. അപ്പൊ അതുകൊണ്ടാണ് ഈ ശുദ്ധീകരണത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. ആ ഹൃദയത്തിൽ നടക്കുന്ന ശുദ്ധീകരണത്തെ കുറിച്ച് റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയും ഹൃദയത്തിന്റെ പരിച്ഛേദന കാണപ്പെടുന്നത്. അപ്പൊ അവിടെ നമ്മുടെ മനസ്സ്, നമ്മുടെ മാനസികമായ നിലയിൽ നാം ദൈവത്തോട് അടുക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തോട് അടുക്കുക. നമ്മുടെ മനസ്സിനോട് പറയണം, ഞാൻ ജഡപ്രകാരം ജീവിക്കാനുള്ളവനല്ല, ഞാൻ ആത്മപ്രകാരം ജീവിക്കാനുള്ളവനാണ്. ചിന്തിച്ചു നോക്കുക, നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിനൊരു രോഗം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചികിത്സിക്കാനോട്ട് പോകും. മാനസികമായ സമ്മർദ്ദങ്ങൾ വരുമ്പോഴും അതിന് ഉല്ലാസപരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ പലപ്പോഴും ആത്മാവിന്റെ കാര്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യാം. ആത്മാവിൽ നമ്മൾ ബലപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിന്റെ തളർച്ചയും ശരീരത്തിന്റെ രോഗവും എല്ലാം തകർക്കാൻ പറ്റും, എല്ലാത്തിനും ജയിക്കാൻ പറ്റും. അത് ജയിക്കണമെങ്കിൽ ആദ്യം മനസ്സുകൊണ്ട് തീരുമാനിക്കണം, ഞാൻ ആത്മാവിൽ ജീവിക്കേണ്ടവനാണ്, ഞാൻ ജഡപ്രകാരം ജീവിക്കേണ്ടവനല്ല. അങ്ങനെ ആത്മപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോഴാണ് അവൻ ആത്മീക കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അവന് ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ സാധ്യമല്ല, കർത്താവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പരിവർത്തനമാണ് ആത്മപരിവർത്തനം, മനസ്സിലുണ്ടാകുന്ന പരിവർത്തനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ
നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളോട് തന്നെ പറയണം. നമുക്ക് ദാവീദിനെ കുറിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യം, ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകുന്ന. പിന്നെ നമ്മൾ കാണുന്നത് ദാവീദിന്റെ ഗോത്രം മേൽക്കുമേൽ ബലപ്പെട്ടു, ശൗലിൻ്റെതോ മേൽക്കുമേൽ ക്ഷയിച്ചു. എന്താ കാര്യം? ദാവീദിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ എന്റെ ഹൃദയപ്രകാരമുള്ളവൻ, അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ്? ദാവീദ് എപ്പോഴും എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്മനമേ യഹോവയിൽ ധൈര്യപ്പെടുക. സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ സങ്കീർത്തനത്തിലാണ് പറയുന്നത്, മാൻ നീർത്തോടനായി കാംക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ്. അവിടെ എല്ലാം പ്രാണൻ, സോൾ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. 21 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, അവൻ എന്റെ സോളിനെ കംഫർട്ട് ആക്കുന്നു, ക്വയറ്റ് ആക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പുലർത്തേണ്ട ഒന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മനസ്സ്. ആ ചിന്തയെ വിട്ടുകൊടുക്കരുത്, പിശാചിന്റെ നുണയ്ക്ക് വിട്ടുകൊടുക്കരുത്, നിങ്ങളുടെ ശരീരത്തിന്റെ സെൻസിന് വിട്ടുകൊടുക്കരുത്. ആത്മാവിലുള്ള ആ വലിയ പദ്ധതിയിലേക്ക് മനസ്സിനെ പിടിച്ചുകൊണ്ടുവരണം. അതിനുള്ളതാണ് ദൈവവചനം, അതിനുള്ളതാണ് ആരാധന. ആ മനസ്സിനെ പണിതെടുക്കുന്നതാണ് ആരാധന, മനസ്സിനെ ഒരുക്കിയെടുക്കുന്നതാണ് പ്രാർത്ഥന, മനസ്സിനെ ഒരുക്കിയെടുക്കുന്നതാണ് ഉപവാസം. ചിന്തിച്ചു നോക്കുക, ഒരു വ്യക്തി ഉപവസിച്ച് ശരീരത്തെ എത്രത്തോളം ദണ്ഡിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സുകൊണ്ട് അവന്റെ ഉള്ളിൽ യെസ് ഐ എം എ സ്പിരിറ്റ് ബീയിങ്, ഞാൻ ആത്മാവിൽ ജീവിക്കേണ്ടവനാണ്, എന്റെ ഉത്തരവാദിത്വം ആത്മാവിലാണ് ഞാൻ നിർവഹിക്കേണ്ടത്, ഞാൻ ആത്മാവിൽ കാര്യങ്ങളെ കാണേണ്ടവനാണ് എന്നൊരു വ്യക്തിയുടെ അകത്ത് വരുന്ന ബോധ്യമാണ് ഹല്ലേലൂയ അവന്റെ ശരിക്കുള്ള ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണ ജാഗ്രതയോടെ കാണണം. നമ്മൾ വരുന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തെ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അതായത് എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പിടന്ന ബുദ്ധിയുള്ള മനുഷ്യരോടുമില്ല. അപ്പൊ അവിടെ വചനം കൊണ്ട് പണിയണം. വചനം കൊണ്ട്, വചനത്താൽ നമ്മുടെ ഹൃദയത്തെ പണിതെടുക്കണം, വചനത്താൽ നമ്മുടെ ഹൃദയത്തെ ബിൽഡ് ചെയ്യണം. പ്രിയപ്പെട്ടവർ, അത് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഇന്ന് ആത്മീയ ജീവിതം എന്ന് പറയുന്ന പുറമേയുള്ള പ്രകടനങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ആത്യന്തികമായി നിങ്ങളിൽ വരേണ്ട മാറ്റം ഹൃദയ പരിവർത്തനമാണ്, മനസ്സിനകത്ത് പരിവർത്തനമാണ്. മനസ്സിനെയാണ് നേരെയാക്കേണ്ടത്. മനസ്സിനെ നേരെയാക്കി ആത്മാവിനോട് ചേർത്ത് നിർത്തുന്നതാണ് സ്പിരിച്വാലിറ്റി. അപ്പൊ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ആത്മാവിനെ, ഈ മനസ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് മനസ്സിനെ ബലപ്പെടുത്തിയാൽ മതി. അല്ല, മനസ്സിൽ തന്നെയല്ല ബലപ്പെടേണ്ടത്. മനസ്സ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, സ്ലേവ് അല്ല, സബ്മിറ്റ് ആകണം സ്പിരിറ്റിന്. എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, ദേഷ്യമുണ്ട്, കോപമുണ്ട്, ഇന്നാളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഇന്ന ബലഹീനതയുണ്ട്. പക്ഷേ എന്റെ മനസ്സിനോട് ഞാൻ പറയും, യെസ് ദാറ്റ് അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ആത്മാവിന് വിധേയപ്പെടേണ്ടവനാണ്, ആത്മാവിന്റെ ശബ്ദത്തിന് കീഴ്പ്പെടേണ്ടവനാണ്. എനിക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഇഷ്ടത്തിന് വികാരങ്ങളെയും ശരീരത്തിൽ പ്രകടിപ്പിക്കേണ്ടവനല്ല. ഞാൻ ആത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടവനാണ് എന്ന് മനസ്സ്, സോൾ പറയുമ്പോൾ അതിന്റെ പേരാണ് സ്പിരിച്വൽ ലൈഫ്, അതിന്റെ പേരാണ് രക്ഷ, അതിന്റെ പേരാണ് വീണ്ടും ജനനം. യെസ്, ഹല്ലേലൂയ, അതിന്റെ പേരാണ് വീണ്ടും ജനനം. അതായത് ശരീരത്തിൽ നമ്മൾ ജനിച്ചു, ശരീരം വളർന്നു വന്നതനുസരിച്ച് മനസ്സ് വളർന്നു, അല്ലേ? നമുക്കൊരു പ്രായം വരെ നമുക്ക് കാര്യങ്ങളൊന്നും തിരിച്ചറിയത്തില്ല. ഒരു പ്രായമായി കഴിഞ്ഞപ്പോഴാണ് മനസ്സ് വളർന്നത്. അത് ശരീരം വളർന്നതനുസരിച്ച് മനസ്സ് വളർന്നു. എന്നാൽ വളർന്ന മനസ്സിനെ എപ്പോഴാണോ
ആത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് എന്റെ യഥാർത്ഥ ജീവൻ ഉറവിടമാകുന്ന ആത്മാവിന്, എന്റെ യഥാർത്ഥ ജീവന്റെ സ്രോതസ്സാകുന്ന ആത്മാവിന് എന്നെ വിട്ടുകൊടുക്കുന്നു. അതാണ് സ്പിരിച്വൽ ലൈഫിന്റെ സീക്രട്ട് മിസ്റ്ററി അവിടെ ആയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്ലേവ് ആകാനല്ല, സബ്മിറ്റ് ആകാനായിട്ട്. അതെ, ആത്മാവിനോട് പറയുന്നത് ഞാൻ മരിക്കയില്ല നിശ്ചയം, ജീവനോടൊരു നഹോടെ പ്രവൃത്തികൾ ആയിരിക്കും. ആത്മാവിനോട് പറയുന്നത് അവൻ എന്നെ സൗഖ്യമാക്കുന്നു. ആത്മാവിനോട് പറയുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തൊരു അടുക്കത്തില്ല. ആത്മാവിനോട് പറയുന്നത് ഞാൻ സ്വർഗത്തിനുള്ളവനാണ്, നിങ്ങൾ ലോകത്തിലെങ്കിലും ലോകത്തിനുള്ളവരല്ല എന്ന് ആത്മാവ് പറയുന്നുണ്ട്. ലോകപ്രകാരമുള്ള കാര്യങ്ങളിലല്ല ഞാൻ അടിമപ്പെട്ടിരിക്കുന്നത്, ഞാൻ സ്ലേവ് അല്ല, ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെ തന്നെ. യെസ്, ആ ബോധ്യത്തിൽ വളരാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ അവരുടെ ചിന്തകളെ, വിചാരങ്ങളെ, വികാരങ്ങളെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെടുത്തിക്കൊണ്ട് ഒരു ആത്മമണ്ഡലത്തിലെ ആത്മീക നിലവാരത്തിൽ, അതായത് പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിലെ ജീവനേറ്റ ഒരു ജീവിത ശൈലിയിലേക്ക് അവരെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കും. അതിനായിട്ട് ഹൃദയങ്ങളെ ഒരുക്കണമേ. ദൈവവചനത്താലും വചനത്തിന്റെ വെളിപ്പാട് കൊണ്ടും ഹൃദയത്തെ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. അത്ഭുതമേറിയ ഒരു ജീവിതം, അതേ കർത്താവ്, സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ തന്നെ ജീവിപ്പാൻ, നിത്യജീവനെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുവാൻ കർത്താവെ, ഈ ഭൂമിയിൽ തന്നെ ആരംഭിച്ച് ഭൂമിയിൽ തന്നെ അത് തുടരുവാൻ കർത്താവെ, നിത്യതയോളം ആ ജീവനിൽ വസിപ്പാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. മനസ്സിനകത്ത് രോഗികളാണെന്നുള്ള ഭയമുള്ളവർ, ആ ഭയങ്ങൾ മാറിപ്പോട്ടെ. ലോകത്തിന് ചിന്തകൾ മാറിപ്പോട്ടെ. ധൈര്യം അവരെ വാഴട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ഗാഡ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരു ചിന്തയാണ്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആത്മീക ജീവിതം നയിക്കേണ്ടവനാണ്, ഞാൻ ആത്മാവിൽ കാര്യങ്ങളെ കാണേണ്ടവനാണ്. ഈവൻ ദോ ഐ ആം എ സോൾ, ബട്ട് മൈ റിയൽ പേഴ്സണാലിറ്റി ഈസ് സ്പിരിറ്റ്. ആമേൻ. ആ ബോധ്യത്തോടെ വളരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക. നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ തുടർച്ചയായിരിക്കും അടുത്ത എപ്പിസോഡ്. നിങ്ങൾ അത് മിസ് ചെയ്യരുത്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.